ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം വെളിപ്പാട് പുസ്തകം 2:4. എങ്കിലും നിന്റെ ആദ്യസ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സഭകളുടെ നടുവിൽ നടക്കുന്ന ക്രിസ്തു എഫെസോസ് സഭയെക്കുറിച്ച് പ്രശംസയായിട്ട് 7 കൂട്ടം കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷം ഒരു കുറ്റാരോപണം നടത്തുന്നതായി നാം കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് 3 വർഷക്കാലം താമസിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് ബുദ്ധി പറഞ്ഞുകൊടുത്ത സഭയാണിതെന്ന് അപ്പോസ്തല പ്രവർത്തികൾ 20:31 നാം വായിക്കുന്നു. അക്കാലത്ത് ഒരു ശാസനത്തിനും ആവശ്യമില്ലാത്ത വിധം നല്ല നിലവാരം പുലർത്തിയിരുന്ന സഭയായിരുന്നു ഇത്. എന്നാൽ പിൽക്കാലത്തെ തലമുറകളിൽ യഥാർത്ഥ ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഈ സഭയെക്കുറിച്ച് ആദ്യസ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യസ്നേഹം നഷ്ടപ്പെടുക എന്നതിന് 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ കർത്താവിനോടുള്ള യഥാർത്ഥമായ ആദരവും ബഹുമാനവും സ്നേഹവും നഷ്ടപ്പെട്ടിരിക്കുന്നു. 2, പരസ്പരം സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും നഷ്ടപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 24:12 അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് കർത്താവ് മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്നു. നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് യാക്കോബ് 1:4 പറയുന്നു. ഈ നാളുകൾ അനേക സഭകളുടെ അവസ്ഥയും ആദ്യസ്നേഹം നഷ്ടപ്പെട്ടതാണ്. തുടർന്ന് പ്രതിവിധിയായി സഭയോട് ബുദ്ധി ഉപദേശിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തി ചെയ്യുക എന്നാണ്. ദൂത് കേട്ടനുസരിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അനുസരിക്കാഞ്ഞാൽ ഉണ്ടാകുവാൻ പോകുന്ന അപകടത്തെക്കുറിച്ചും വ്യക്തമായി 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും